2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ആകുമ്പോഴേക്കും വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലേറിയ UDF സർക്കാർ ആദ്യ 3 മാസങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയാണ്. ഇതിനിടയിൽ നിരവധി വിവാദങ്ങളിൽ സർക്കാരിനെ പെടുത്തുവാനും പ്രതിരോധത്തിലാക്കുവാനും CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര കാര്യമായി തന്നെ പരിശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം ഫലപ്രദമായി ചെറുത്തു നിൽക്കുവാനും അതിജീവിക്കുവാനും വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒരു വിജയമാണ് എന്ന് മാത്രമല്ല, ഈ വിവാദങ്ങളെല്ലാം അതിജീവിച്ചു എന്നത് മാത്രമല്ല, നേരെ മറിച്ച് ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസ്യത കാത്തു സംരക്ഷിക്കുവാനും ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ചലനാത്മകത നഷ്ടപ്പെട്ട ഒരു നിലയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന ആക്ഷേപങ്ങളും മുറവിളികളും സജീവമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാറും PC വിഷ്ണുനാഥും എല്ലാം മന്ത്രിസഭയുടെ ഭാഗമായതാണ്. അതുപോലെ നിരവധി KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് MLA മാരായിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഇവർക്ക് പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് KPCCയുടെ തലപ്പത്തും DCCകളുടെ തലപ്പത്തും ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്നുള്ള മുറവിളി കോൺഗ്രസ് അണികളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരുടെ പേരുകൾ മുതൽ യുവ നേതാക്കളായ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ്റെയും പേരുകൾ വരെ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഓണം കഴിയുമ്പോഴേക്കായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ള സൂചനകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ സൂചനകൾ അനുസരിച്ച് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രി പദവി ഉപേക്ഷിച്ചുകൊണ്ട് KPCC അധ്യക്ഷ പദവി നിലനിർത്തുവാൻ ആലോചിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് കേവലം 3 മാസം പിന്നിടുമ്പോഴേക്കും സണ്ണി ജോസഫ് മന്ത്രി പദവി ഉപേക്ഷിക്കുവാൻ ആലോചിക്കുന്നത്? സണ്ണി ജോസഫ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചാൽ ആരായിരിക്കും സണ്ണി ജോസഫിൻ്റെ പകരക്കാരനായി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വി.ഡി. സതീശൻ ക്യാബിനറ്റിലേക്ക് എത്തുവാൻ പോകുന്ന നേതാവ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കുള്ള സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ, സണ്ണി ജോസഫ് മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയിലാണ് എന്ന സൂചനകൾ അന്നേ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നായിരുന്നു സൂചനകൾ. അതുപോലെ തന്നെ K മുരളീധരനായിരിക്കും വൈദ്യുതി വകുപ്പ് ലഭിക്കുവാൻ പോകുന്നത് എന്നും സൂചനകൾ ഉണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പിലേക്ക് അന്ന് ഉയർന്നു കേട്ടത് AP അനിൽകുമാറിൻ്റെ പേരാണ്. തങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പരസ്യമായി K മുരളീധരനും AP അനിൽകുമാറും അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് സണ്ണി ജോസഫിലേക്ക് വൈദ്യുതി വകുപ്പ് എത്തിയതും AP അനിൽകുമാർ റവന്യൂ വകുപ്പും K മുരളീധരൻ ആരോഗ്യ വകുപ്പും നേടിയെടുത്തതും. ഇത് സണ്ണി ജോസഫിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു എന്ന് അന്നേ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഏതൊക്കെയാണെങ്കിലും അതിനുശേഷം സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് സംജാതമായി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വൈദ്യുതി വകുപ്പും വൈദ്യുതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫും സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇരയായി എന്നതും വസ്തുതയാണ്. ഈ ഘട്ടത്തിലാണ് താൻ എത്രയും പെട്ടെന്ന് KPCC അധ്യക്ഷ പദവി ഒഴിയുവാൻ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അത് അനിവാര്യമാണെന്നും പരസ്യമായി തന്നെ സണ്ണി ജോസഫ് പ്രതികരിച്ചതും തൻ്റെ ഇംഗിതം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതും. എന്നാൽ അല്പ ദിവസങ്ങൾ കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരുപക്ഷെ താൻ വൈദ്യുതി വകുപ്പും മന്ത്രിസ്ഥാനവും ഉപേക്ഷിച്ചുകൊണ്ട് KPCCയുടെ അധ്യക്ഷനായി തുടരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചില സൂചനകളും സണ്ണി ജോസഫിൻ്റെ ക്യാമ്പിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് തന്നെ പുറത്തു വരുന്ന സാഹചര്യവും സംജാതമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കവേ വൈദ്യുതി വകുപ്പ് തൻ്റെ തലയിൽ അടിച്ചു കയറ്റിയ മരക്കുരിശാണ് എന്ന പരസ്യമായ തുറന്നു പറച്ചിലാണ് സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കൃത്യമായും വെളിവാകുന്നത് 2 സാധ്യതകളാണ്. ഒന്നുകിൽ വകുപ്പ് മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുവാൻ സണ്ണി ജോസഫ് ആലോചിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സണ്ണി ജോസഫ് മന്ത്രി പദവി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വകുപ്പ് മാറ്റം എത്രമാത്രം ഫലപ്രദമാകും, അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി എത്രമാത്രം വഴങ്ങും എന്നുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്.
സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രിയുടെ താല്പര്യം. എന്നാൽ സണ്ണി ജോസഫിന് അവിടെ ആ ഒരു അവസരം ലഭിക്കുന്നില്ല എങ്കിൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ KPCC അധ്യക്ഷ പദവി നിലനിർത്തിക്കൊണ്ട് മന്ത്രി പദവി ഉപേക്ഷിക്കുക എന്നുള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എങ്കിൽ കൂടിയും സണ്ണി ജോസഫ് ഇത്തരം ഒരു നിലപാടെടുത്താൽ കോൺഗ്രസ് ഹൈക്കമാൻഡും വലിയ തലവേദനകൾ, അതായത് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിനുള്ള വലിയ തലവേദനകൾ ഒഴിവാക്കുവാൻ ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിന് അനുമതി നൽകിയേക്കും എന്നുള്ള സൂചനകളും വ്യക്തമാണ്. ഏതൊക്കെയാണെങ്കിലും KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ ഇതിൽ കൂടുതൽ തൻ്റെ ഗ്രാഫ് മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ആലോചന സണ്ണി ജോസഫിന് ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. കാരണം സണ്ണി ജോസഫിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും അധികം കോട്ടമേൽപ്പിച്ചത് വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല ലഭിച്ചതുകൊണ്ടാണ് എന്നുള്ള വിലയിരുത്തൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പൊതുവേയും തന്നെ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്ക് ഭരണമുള്ളപ്പോൾ KPCC അധ്യക്ഷ പദവിയിൽ തുടർന്നാൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതും ഭരണത്തിന് മേൽ നിർണായകമായിട്ടുള്ള ഒരു കടിഞ്ഞാൻ പിടിക്കുവാൻ ഫലപ്രദമായി പ്രവർത്തിച്ചാൽ സാധിക്കുമെന്നുള്ളതും സണ്ണി ജോസഫിനെ ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചേക്കുവാനുള്ള സാധ്യതകളായും നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. ഇനി ഉയരുന്ന ചോദ്യം, സണ്ണി ജോസഫ് ഇത്തരത്തിൽ മന്ത്രി പദവി ഉപേക്ഷിച്ചാൽ ആരായിരിക്കും അദ്ദേഹത്തിന് പകരക്കാരനായി മന്ത്രിസഭയിലേക്ക് എത്തുവാൻ പോകുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകളാണ്. നമുക്കറിയാം, കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഏറ്റവും അധികം പരിഗണന നൽകുന്ന ഘടകങ്ങളിലൊന്ന് സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ്. പതിവായി കോൺഗ്രസ് മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മുഖം ഇടം പിടിക്കാറുണ്ട്, 2 ക്രൈസ്തവ മുഖങ്ങൾ ഇടം പിടിക്കാറുണ്ട്. അത് മുൻകാല ചരിത്രമാണ്. അങ്ങനെ 2 ക്രൈസ്തവ മുഖങ്ങൾ ഉൾപ്പെടുമ്പോൾ അതിലൊരാൾ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാകുക എന്നുള്ളൊരു ബാലൻസിങ്ങും ഇതുവരെയും കോൺഗ്രസ് പുലർത്തി പോന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ കോൺഗ്രസിന് ഇത്തരമൊരു ബാലൻസിങ് നടത്തുവാൻ സാധിച്ചിട്ടുള്ള 2 ക്രൈസ്തവ പ്രതിനിധികൾ കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടപ്പോൾ ആ 2 ആളുകളും കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളവരായിരുന്നു. അതിൽ തന്നെ 2 പേരും സീറോ മലബാർ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നതിനാൽ തന്നെ സണ്ണി ജോസഫ് മന്ത്രി പദവി ഉപേക്ഷിക്കുമ്പോൾ മറ്റൊരു കത്തോലിക്കനെ പരിഗണിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കോൺഗ്രസിന് ഇവിടെ ഉണ്ടാകുവാൻ ഇടയില്ല. കാരണം മുൻകാലങ്ങളിലെ പാറ്റേണിലേക്ക് തിരിച്ചു പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് റോജി എം ജോൺ കത്തോലിക്ക പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ മന്ത്രിസഭയിൽ അക്കോമഡേറ്റ് ചെയ്യുവാനും കോൺഗ്രസിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മോൻസ് ജോസഫും കത്തോലിക്ക വിഭാഗത്തിൻ്റെ മന്ത്രിയായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി ഈ മന്ത്രിസഭയിൽ അംഗമാണ്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നിന്ന് ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും അധികം സാധ്യതയുള്ളത് പുതുപ്പള്ളിയുടെ MLA ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് എന്ന കാര്യത്തിലും തർക്കം വേണ്ട. മന്ത്രിസഭാ രൂപീകരണത്തിൽ അവസാന ഘട്ടം വരെ ചാണ്ടി ക്യാബിനറ്റിൽ സ്ഥാനം ഉറപ്പിച്ചു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചാണ്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുവാൻ പുതുപ്പള്ളിയിൽ നിന്ന് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അന്തിമ പട്ടിക പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ചാണ്ടിക്കും മന്ത്രിസഭയിൽ താൻ അംഗമാകാത്തതിൽ നിരാശ ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആ കാലങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇത്തരത്തിൽ പുതിയൊരു അവസരം സംജാതമായാൽ അതിനാൽ തന്നെ ചാണ്ടി ഉമ്മനായിരിക്കും ഏറ്റവും അധികം സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നതെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സംസ്ഥാനത്ത് കത്തോലിക്ക വിഭാഗം കഴിഞ്ഞാൽ ക്രൈസ്തവർക്കിടയിൽ ഏറ്റവും അധികം വോട്ട് ബാങ്ക് ഉള്ളത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കാണ്. യാക്കോബായ സഭയുടെ പ്രതിനിധിയായി കൂടിയാണ് മന്ത്രിസഭയിൽ അനൂപ് ജേക്കബ് എന്ന കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് വിഭാഗം നേതാവ് ഇടം നേടിയിരിക്കുന്നത്. യാക്കോബായ സഭയ്ക്ക് പ്രാതിനിധ്യമുള്ളപ്പോൾ അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള, ഇതൊരു ആക്ഷേപകരമായിട്ടുള്ള പരാമർശമല്ല, നമ്മുടെ സാമുദായിക സാഹചര്യങ്ങൾ വെച്ചുള്ള ഒരു വിലയിരുത്തലാണ്, അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രാതിനിധ്യമില്ലാത്തതും അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഒരു കോൺഗ്രസ് മന്ത്രി ഇല്ലാത്തതുമെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവിന് സണ്ണി ജോസഫ് പദവി ഒഴിയുകയാണെങ്കിൽ നറുക്ക് വീഴുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു MLA എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചാണ്ടിയെ മന്ത്രിസഭയുടെ ഭാഗമാക്കിയാൽ അത് മന്ത്രിസഭയ്ക്കും പൊതുവിൽ ഒരു മുതൽക്കൂട്ടാകുമെന്നും ചാണ്ടിയെപ്പോലൊരു യുവ നേതാവിന് സണ്ണി ജോസഫിനേക്കാൾ ഫലപ്രദമായി ഒരുപക്ഷെ വൈദ്യുതി വകുപ്പിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്നുമുള്ള വിലയിരുത്തലുകളും കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇതിനോടകം തന്നെ സജീവമാണ്. എന്നാൽ ഇതെല്ലാം കേവലമായിട്ടുള്ള സാധ്യതകൾ മാത്രമാണ്. ആദ്യമായി സണ്ണി ജോസഫ് വകുപ്പ് ഒഴിയുക, മന്ത്രി പദവി ഉപേക്ഷിക്കുക എന്നീ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ, അത്തരത്തിലൊരു ആലോചന കാര്യഗൗരവത്തോടു കൂടി അദ്ദേഹം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അത്തരമൊരു ആലോചന സണ്ണി ജോസഫ് നടത്തിയാൽ അത് പ്രാവർത്തികമായാൽ തീർച്ചയായും
കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കും സണ്ണി ജോസഫിൻ്റെ പകരക്കാരനെ കണ്ടെത്തേണ്ടത്. നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിഗണിക്കുമ്പോൾ, പ്രാദേശിക പ്രാതിനിധ്യം പരിഗണിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.